ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈൻഡ് മാസ്റ്റർ ഓഫ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കളിക്കാൻ ബി ഇല്ല. എവിടെ പോയി മൾട്ടിപ്ലെയർ അല്ല, ഇത് സിംഗിൾ പ്ലെയറാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇൻട്രോ ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഇതിൽ ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. ഷെയ്ഡർ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അയനാണ് ഇന്നത്തെ നമ്മൾ ടാർഗറ്റ്. അയൻ ആർമറും എല്ലാം ആവണം, എന്നിട്ട് അടിപൊളി ആവണം. അപ്പോൾ ഈ ഷെയർ കിട്ടിക്കുന്നുണ്ട്. നൈറ്റ് വേഷൻ ഇല്ല, സത്യം പറഞ്ഞാൽ യാത്രയായിരിക്കും, പകലായിരിക്കും, കാണാൻ പറ്റൂല. സൂപ്പർ ഷെയർ ആണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ പോയി തീരോ മോഡ് കയറ്റിക്കോ, എന്നാൽ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ചില ഫോണിൽ ഇത് വർക്കൗട്ട് ആവുള്ളൂ. 1.17 ആണെന്ന് തോന്നുന്നു. മൈൻക്രാഫ്റ്റിൻ്റെ ഓൾഡ് വെർഷനാണിത്. പുതിയ വെർഷനൊന്നും പറ്റൂല. അപ്പോൾ നമുക്ക് രാത്രി അവിടെ ബെഡൊക്കെ ഒപ്പിക്കണം. ഒരു ഊളേ കിട്ടിയുള്ളൂ, കുറേ ഊള് വേണം. അപ്പോൾ ഇനി രാത്രി സർവൈവ് ചെയ്യാനും സത്യം പറഞ്ഞ പാട്. നമുക്ക് കത്തിയെടുത്ത് കൈ വെറ്റിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വരും. പശുവിനെ കൊണ്ടുവന്നു ആഹാരം. പശുമ്പാ എൻ്റെ വേണോ? ഓ ലുക്ക് നോക്ക്. ചന്ദ്രനെ കാണാൻ വന്ന മൊത്തേ, ചന്ദ്രനെ കാണാൻ വന്ന മൊത്തേ. എങ്ങനെയുണ്ട് ഗൈസ്? കോജൊക്കെ നടന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കടന്ന് മൈൻഡ് ചെയ്യട്ടെ. യാത്രയായി ഇനിയാണ് പാട്. ഇനിയാണ് സത്യം പാട്. നമുക്ക് ലയം കണ്ടുപിടിക്കാം. അമ്പൂജിയുടെ ഒന്ന അമ്പാടിയുടെ മോനെ എങ്ങോട്ട് വാടാ. സ്കെൽട്ടൻ്റെ മോനെ കണ്ടോ, ജസ്റ്റ് മിസ്. നേറ്റു ഇവിടാണ് ചൂട്ടെ. ചാവനില്ലേ ചത്ത്. അപ്പോൾ ഇവിടെ കുറേ സോംബികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. യാത്രയായി ഉമ്മായിക്ക് ഉറങ്ങാനായില്ലെന്ന് തോന്നുന്നു. വേറെ എങ്ങനെ ഇറങ്ങി പന്നിയുടെ മോനെ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. പണ്ടായ ബാക്കിലാണ് പൊട്ടിച്ചെടുത്ത് ഞാൻ കണ്ടില്ലേ. ക്രീപ്പർ എവിടെയെന്നൊക്കെ വേണാണ്ട് മിനറൽ വാട്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ കഥ പറയാം, എങ്ങനെയാണ് ക്രീപ്പർ ഉണ്ടായത്. വലിയ സോംബികളുണ്ട്. പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം. ഓക്കെ, ക്രീപ്പർ എന്ന് വെച്ചാൽ ഒരു സ്റ്റീവാണ്. സ്റ്റീവ് ക്രീപ്പറായി മാറിയിട്ട് ഒരു സയൻറ്റിസ്റ്റ് വാക്യത്ത് കുത്തിക്കയറ്റി. ക്രീപ്പറിൻ്റെ അല്ല, സ്റ്റീവിൻ്റെ വാക്യത്ത് മഴന് കുത്തിക്കയറ്റി. അപ്പോൾ സ്റ്റീവ് എന്നൊക്കെ പറ്റി ക്രീപ്പറായി മാറി. കണ്ട, സ്റ്റീവ് എൻ്റെ മുഖച്ചായുണ്ട് ക്രീപ്പറിന്. നിങ്ങൾ തെറ്റിച്ച് നോക്ക്, തെറ്റിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നോക്കിയോ, ഞാൻ വീണ്ടും കാണിച്ചേ കേട്ടോ, പിന്നെ എപ്പോഴും കാണിച്ചേ. ഇത് നമുക്കിന്ന് ഇതൊന്നും പറഞ്ഞു കേൾക്കാൻ സമയമില്ല. നമുക്ക് അടുത്ത് ശ്വാസം വരട്ടെ. അടുത്ത സ്കെൽട്ടൻ്റെ മോനെ, നീ ചാവൂലടാ. നമുക്ക് അടുത്ത് ബി ആയതിനു മുമ്പേ നമുക്ക് ഇതെല്ലാം ആർമറൊക്കെ ആയിട്ട് പൊളപ്പനായി നിൽക്കണം. ഡയമണ്ട് ആർമർ ഉണ്ടാക്കണം കേട്ടോ. ഈ സ്കെൽട്ടൻ ചാവൂലായിട്ട് പിന്നെ സ്പോൺ ആയിക്കോളും. പണ്ടായ കുട്ടി സോംബിക്കാളും കഷ്ടമാണ് ഇത്. കുട്ടി സോംബി നിങ്ങൾ ഫസ്റ്റ് പാട്ട് കാണാത്തവയാണെങ്കിൽ ഫസ്റ്റ് പാട്ട് കാണുക. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിക്കാം, കണ്ടു നോക്കിയിട്ട് വാ. അത് നമ്മൾ 2 ഉണ്ട് മൾട്ടിപ്ലെയർ. ഈ സ്കൈയൊക്കെ നോക്ക് ഗൈസ്. സ്കൈയിൽ കണ്ടോ, നീലപ്പിടിപ്പം നടപ്പെടുക്കാം, മഴപ്പടക്കം ഗൈസ്. നമുക്ക് താഴെ കുഴിക്കാം. ഫുള്ള് സാൻഡേ ഉള്ളൂ, മണൽ കൂമ്പായ. നമുക്ക് മുകളിലോട്ട് തന്നെ കിടാം. തൊണ്ടിലിട്ടപ്പോൾ കിറ്റി കൊണ്ട് വേറെ എവിടെയും കുഴിക്കാം ഗൈസ്. വേറെ എവിടെയും കാണാം. വേറെ എവിടെയും വലിയ കേവ് കട്ടു, അല്ലെങ്കിൽ മൊത്തം കേവായിരിക്കും. ഇപ്പോൾ ഒരു കേവും കാണാനില്ല. സോംബിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സോംബിയൊക്കെ പോയി. ആകാശം നോക്കൂ, അണ്ട ഭയം വേണം. എൻ്റെ പേടിച്ച് സോംബിയൊന്നും ഇറങ്ങൂല. അവന്മാർ മുട്ടക്കിടന്ന് വിറയ്ക്കും. എനിക്ക് ഇറച്ചി എവിടെ? ഇറച്ചി ഞാൻ വേണേ പിന്നെ എടുക്കാം. ഞാൻ ജമ്പി, ഞാൻ മൗഗ്ലിയുടെ കുഞ്ഞാണ്. അപ്പോൾ നമുക്ക് എപ്പം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബോറടിക്കുന്നു. അപ്പം നമുക്ക് ഒരുമിച്ച് നോക്കാം. കുഴിച്ച് താഴെ പോവാം. നേരപ്പോൾ ലാവപ്പോൾ വീണ ഈ ടോർച്ച് ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. സത്യമായിട്ടും ടോർച്ച് വേണം കേട്ടോ. കോള് കണ്ടുപിടിക്കണം. കോള്
കൽക്കരി കണ്ടുപിടിക്കണം. എനിക്ക് തോർച്ചുണ്ടാക്കുന്ന കൽക്കരി പോലും ഇല്ല. നമുക്ക് കൽക്കരി കണ്ടുപിടിക്കാം. ഇവിടെ ഒന്നും ഇല്ല. ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി വരും. ആവശ്യമുള്ള സമയത്ത് ഒന്നും കഴിയില്ല. മണ്ടേ കയറാം. ഇനി വേറെ മാർഗമില്ല. കുഴിച്ച് താഴെപ്പോയി ലാവയ്ക്കകത്ത് ബാക്കിയത് കൊടുക്കണ്ട. അതല്ല എല്ലാവരുടെ വായിക്കകത്ത് കയറി കൊടുക്കണ്ട. നമുക്ക് ആദ്യം മുകളിലോട്ട് പോകാം. ക്ലിക്കാവണില്ല. ക്ലിക്കാവോ? ക്ലിക്കായി. നമുക്ക് മുകളിലോട്ട് പോവാം. നമുക്ക് ഇന്ന് മൊത്തം സർവൈവ് ചെയ്യണം. എടാ സോംബിയുടെ മോനെ പൊന്നിൻ്റെ കയ്യാ ഇങ്ങോട്ട് വാടാ. കിത്തണില്ല കേട്ടോ. ഇവ അടിക്കാൻ വേണ്ടി പറ്റണ്ടേ. ചോടാ. അന്ത ഭയം ആടാ. സ്പൈഡർ കുഞ്ഞാണ്ടി. അന്ത വേണം. നമുക്ക് നേരത്തെ വീഡിയോയിൽ നിന്ന് സൗണ്ട് എഫക്റ്റ് ഇല്ലായിരുന്നു. കാരണം മൈൻക്രാഫ്റ്റിനുണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കിട്ടൂല. ഇപ്പം കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ നേരെ ആക്കി അടക്കാൻ. ഈ ഷെയർ ഇട്ടപ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഷെയർ വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ ഷെയർ ഓഫ് ചെയ്യാം. കൊള്ളാൻ തോന്നുന്നു. കൊള്ളായിരിക്കും അല്ലേ? കൊള്ളാൻ തോന്നുന്നു. യാത്രയെ കണ്ടിട്ടുള്ള ലുക്കൊക്കെ ഉണ്ട്. കൊള്ളുന്നു. ഈ കുറച്ച് പോവാം. വെള്ളത്തിൻ്റെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വെള്ളത്തിൻ്റെ വാവ് പിന്നെ നമ്മൾ ഇന്നത്തെ വെച്ചാൽ ക്യാബ് കണ്ടുപിടിച്ച് ഡയമണ്ടൊക്കെ കുത്തി അങ്ങ് എടുക്കണം. എടുത്ത് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ക്യാബ് ഒന്നും കിട്ടൂല കേട്ടോ. പണ്ട് എങ്ങനെയൊക്കെ പോകണം. പിന്നെ നമ്മൾ താഴെ കുഴിക്കണം. ഇപ്പം കുഴിക്കണ്ട, രാവിലെ ആവട്ടെ പിന്നെ കുഴിക്കാം. ഇത് വെള്ളത്തിന് ചെളി പിടിച്ച വെള്ളമാണ് കേട്ടോ. അയക്ക വെള്ളമാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് സോംബിയുടെ ഫുഡ് എടുത്ത് കഴിക്കാം. അപ്പോൾ ഈ സോംബി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞേൻ ഗൈസ്. സോംബി എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ആദ്യം സോംബി ഒരു സ്റ്റീവ് ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് സോംബി ആയി മാറി. സോംബി ആയത് വിശന്നിട്ടാണെങ്കിൽ ആയി മാറി. വിശന്നിട്ട് തലച്ചോറൊക്കെ തൊണ്ടയിൽ തന്നെ പറക്കി തിന്ന് അവസാനം സോംബി ആയി മാറി. പിന്നെ സ്കെൽട്ടൺ ആയി മാറിയിട്ട് തിന്ന് അരുവി പുജിത്ത് അവൻ്റെ വേക്കത്തുള്ള ഹാർട്ടൊക്കെ എടുത്ത് അവസാനം അവൻ തൊണ്ടയിട്ട് കഴിച്ച് സ്കെൽട്ടനായി മാറിയപ്പോൾ ചിലപ്പം ബുദ്ധി കൂടി അമ്പിടാനൊക്കെ പഠിച്ച് പിന്നെ നിൻ്റെ അട്ടോറിയല്ലേ എല്ലാവരും തല്ലി വാങ്ങാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് നിഞ്ച. ഇല്ലോ ഈ കുട്ടി സോംബി ഉണ്ട്. കുട്ടി സോംബിയാണ് എനിക്ക് ഇഷ്ടമല്ല. കുട്ടി സോംബി പോട്ടെന്ന് ക്രീപ്പറാണ് എനിക്ക് ഇഷ്ടമല്ല. ബാക്കി വണ്ണം പൊട്ടിക്കളയൊക്കെ പൊട്ടിയാൽ കുഴപ്പമില്ല. ലൈഫ് പോണത് അങ്ങ് പോകും അറ്റം. അപ്പോൾ സോംബിയുടെ ഫുഡ് എടുത്ത് കളയാനാണ് പാട് കേട്ടോ. എല്ലാ സോംബിയുടെ ഫുഡ് എടുത്ത് ഇങ്ങോട്ട് വേണം എനിക്കെങ്കിൽ ഇതിനെ കുറച്ച് സ്കിപ്പാക്കിയാലേ ഇപ്പം ശരിയാവുള്ളൂ. ബേസ് ആഹാരം കിട്ടി. കുറച്ച് ആഹാരം കഴിച്ചിട്ട് നമുക്കിനി ഇപ്പോൾ രാവിലെ ഉണ്ടോന്ന് കേട്ടോ. കുറേ നേരമായി കുറച്ച് രാത്രിയായിട്ട്. ഇത് കുറച്ച് പാടാണ്, ടാസ്ക്കാണ്. ഇതിപ്പോൾ നമുക്ക് കല്ലൊക്കെ പിടിച്ച് മണ്ടേ കയറി മൈനിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ രാവിലെ ആവുമെന്ന് തോന്നുന്നു. പംകിൻ, ഹലോ പംകിൻ, ഹലോ ഹണി ബണി. പംകിൻ നമുക്ക് കിട്ടുമ്പോൾ വേണം. നമുക്ക് പംകിൻ വെച്ച് നമുക്ക് ബി പ്രാങ്ക് ചെയ്യാം. മറ്റേ എന്താണ് ഹെഡ് തലയിൽ ഇങ്ങനെ പംകിൻ വെച്ചിട്ട് തേങ്ങ വെച്ചോല്ല. പംകിൻ ഇങ്ങനെ വച്ചിട്ട് ഒരു അവിടെ തന്നെ ഇരിക്കും. പംകിൻ ഇളക്കി കളയാൻ പറ്റില്ല. ആ സംഭവം നമുക്ക് പ്രാങ്ക് ചെയ്യണം ഗൈസ്. വില്ലേജിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ആ ബുക്ക് വാങ്ങണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വില്ലേജ് ആദ്യം കണ്ടുപിടിക്കണം. എനിക്ക് ആ വില്ലേജിനെ കണ്ടുപിടിക്കണം. ഓ ക്രീപ്പറിൻ്റെ മോനെ. ക്രീപ്പറിനെ കണ്ടാൽ നിങ്ങൾ വെള്ളത്തിൽ ഓടുക. ക്രീപ്പറിന് വെള്ളം അലർജിയാണ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാൽ നമുക്ക് ഹെൽത്ത് കുറയില്ല. ബുദ്ധി വേണം, ബുദ്ധി. എല്ലാം ക്യാവാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം. ഓ ക്യാബൊന്നും അല്ല, ഇതായ വീട് കെട്ടിക്കണമെന്ന് തോന്നുന്നു. ചോദിച്ചകത്ത് പോയല്ലോ. കോളല്ലേ അത് കോളാണെന്ന്. കോളാണ്. പിന്നെ നമുക്ക് പോവാം. രാവിലെ എനിക്കൊക്കെ ഏടെയും മലയിലെ പുറത്ത് കഴിക്കാം. എനിക്ക് വീവ് ആസ്വദിക്കാം. സാധിക്കാമോ പറഞ്ഞത് എല്ലാം കൂടെ എൻ്റെ കൊല്ലാൻ വേണേ. എൻ്റെ കൊല്ലാൻ വേണേ. കുരിശിൻ്റെ സിമ്പിളൊക്കെ ഇവിടെ കുഴപ്പമില്ല. എൻ്റെ തക്ക കുടുമേ
നീയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ചത്തു പോവും. ആട്ടടിച്ച് കഴിക്കുക ഗൈസ് ഇതിപ്പോൾ. ഇത് ഓടാ ആടെ ചെമ്മതി ആടെ. ഇത് കേവാണത് അല്ലല്ല വെള്ളം. എല്ലാം വെള്ളം കൊണ്ട് അങ്ങോട്ട് മൂടി. تكنولوجيا عشدنها تكنولوجيا സോംബി ചത്തല്ലേ കണ്ട ഏറെ നിൽക്കാണ് കല്ലൊക്കെയാണ് മണ്ടായിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ക്യാബൊന്നും ഇല്ല, ചുമ്മാ വെള്ളം മാത്രം. നമുക്ക് ഇത്തപ്പോൾ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ക്യാബ് കാണും. ഇവിടെ ഒന്ന് കുഴിച്ചല്ല, വേണ്ട അങ്ങോട്ട് മാറി കുഴിക്കാം. ഇതെല്ലാം കാലാവസ്ഥ മഴക്കോളാണല്ലോ, മൊത്തം മഴ. നമുക്ക് ഇതിപ്പോൾ താഴെ കുഴിക്കാം, അല്ലെങ്കിൽ സോംബിയിലാണ് നമ്മളെ പന്നി വിടും. അപ്പം നമ്മൾ ഇങ്ങനത്തെ താഴെ കുഴിക്കും. കോള് കിട്ടി കോള് കിട്ടി. പൂവൊക്കെ കയറിയിരിക്കുന്നു ഗൈസ്. നമുക്ക് കോള് കിട്ടി ഗൈസ്. കോള് വെച്ച് ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. ടോർച്ച് ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ, നമ്മൾ പന്നി എല്ലാത്തിനും അടിച്ചുണ്ടെങ്കിൽ കവള അടിച്ച് പൊട്ടിക്കണം. സോംബിയൊക്കെ ആ തറയിലെടുത്ത് ഒയക്കും. ടോർച്ച് ഉണ്ടാകും ഗൈസ്. ടോർച്ചിന് കുറച്ച് ടോർച്ച് മതിയായിരിക്കും നമുക്ക്. ടോർച്ച് മതി. കോളെടുത്ത് മണ്ടേക്ക് വയ്ക്കണം. ഒരു 15-16 ടോർച്ചൊക്കെ മതി. അപ്പം നമ്മൾ ടോർച്ച് ഉണ്ടാക്കി ഗൈസ്. ടോർച്ച് ഉണ്ടാക്കി നമുക്കിവിടെ ടോർച്ച് കഴിക്കും. വെളിച്ച് കിട്ടി. മൈ ഗോഡ്. ചായ എവിടെയൊക്കെ എത്തുമായിരിക്കും, അല്ലെങ്കിൽ ആദ്യം താഴെ കുഴിച്ച് പോവാം, ഇങ്ങനെ കുഴിച്ച് പോവാം. ഓക്കെ, നമുക്ക് ക്യാബ് കിട്ടുന്നത് ഞങ്ങൾ കുഴിക്കുക. ഡയമണ്ട് എപ്പോൾ ചിലപ്പോൾ കിട്ടും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും നമുക്ക് വയ്ക്കുക. അയം കിട്ടുന്നതായി നമുക്ക് അയനെ കിട്ടുമായിരിക്കും. താഴെ കുഴിക്കാൻ കഴിയും. താഴെ കുഴിച്ച് നമുക്ക് താഴെ അങ്ങ് അടിയിലോട്ട് പോവാം. ഭൂമിയുടെ പാടാലം വരെ നമുക്ക് പോവാം. കുറച്ച് വെട്ടമൊക്കെ കഴിക്കട്ടെ. ഇവിടെ എത്തിയേ സോംബിയിലൊക്കെ നിന്ന് തിളങ്ങും. മൈൻകാട്ടിലെത്തി കഴിച്ചു. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതനെ? ബിബിന് വേണ്ട മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴൊന്നും കിട്ടാത്തത്. അങ്ങോട്ടൊക്കെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഡയമണ്ട് എന്തെങ്കിലും കിട്ടിയാലേ. ഇവിടെ തുറച്ച് വയ്ക്കാം. അവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ അങ്ങോട്ട് പോവാ. ഇവിടെ ഒരു സോംബി. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നീ പണ്ടായും ക്രീപ്പറേ പണ്ടായും ക്രീപ്പറാണ് കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്യണേ. പൊട്ടല്ലേ കണ്ടോ? അയ ലൈഫാണ് പോയ കണ്ട. വെട്ടം വയ്ക്കാം. അങ്ങോട്ട് പോവാം. കോള് കുറേ കിട്ടി കേട്ടോ. ഫുഡ് കഴിക്കുള്ള കോള് കിട്ടി. ഫുഡ് കഴിക്കാം. കുറച്ചൊക്കെ മതി, പിന്നെ വന്ന് എടുക്കാം. അടുപ്പ് കുറച്ച് അയം പിക്കേസ് വെച്ച് കുറേ അങ്ങ് എടുക്കാം. അയം കിട്ടിയാൽ മതി. വെട്ടവും ഇല്ല. ഓ മൈ ഗോഡ്, അയം കിട്ടി ഗൈസ്. ലക്കി മാൻ.
കണ്ട ഫസ്റ്റ് തന്നെ ആയും കിട്ടി. ഫസ്റ്റ് അല്ല കാരണം ഞാൻ എടുത്ത് എന്നാലും ആയും കിട്ടി. ഇനി നമുക്ക് ആയും പിക്കാത്ത ഡയമണ്ട് കണ്ടുപിടിക്കാം. കുറച്ച് അധികമുണ്ട് ഗൈസ്. 7-8 ഉണ്ട് എന്തുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് മുറിച്ചെടുക്കാം. എത്ര അയനുണ്ടോ? 8-7 അയനാണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കണമർത്തുക. ഇതൊക്കെ സോംബിയുടെ മോനെ താഴെ നോക്കിക്കൊണ്ടിരിക്കണം. കുറച്ചും കൂടി ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. ടോർച്ച് ഉണ്ടാക്കിയിട്ട് പോയാൽ ഗൈസ് നമ്മൾ ടോർച്ച് ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവാം. എന്നിട്ട് സോംബിയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഡയമണ്ട് എടുക്കാം. ഇങ്ങോട്ടൊക്കെ കാണും കേട്ടോ, വലിയ വലിയ ക്യാബല്ലേ. ഇനി ആ ക്യാരി കണ്ണ വഴി മറന്നുപോയി. ഇനി ഇങ്ങനെ പോകാനുണ്ടോ? ചാവൻ്റെ ഉണ്ടോ? ക്യാരി കണ്ണ വഴി അറിഞ്ഞൂടാ. അയ്യോ ഇപ്പം തത്തണം. ഒരു ടോർച്ച് വെച്ചിരിക്കാം. നമുക്ക് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഡയമണ്ട് എനിക്കിട്ട് ഇത് പറ്റിപ്പാണ് കേട്ടോ. ഇത് ചുമ്മാ എനിക്കാണ് ക്യാബ് അയനും കൊണ്ട് നിറച്ചായ നമുക്ക് വെച്ചാണ് ഇവരുടെ അടുത്ത് ഡയമണ്ട് ആയി കിട്ടണം. വെച്ച് പീപ്പിൾസ് കുറച്ച് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്ക് അങ്ങ് വീഡിയോ എൻഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് BBയും കൊണ്ടുപോയാം. അപ്പോൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് എൻഡ് ചെയ്യാം. ഫുഡ് കഴിക്കാം, എനിക്ക് എൻഡ് ചെയ്യാം. തൊണ്ടയിൽ കിച്ചുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് BB കൊണ്ടുപോയാം. മൾട്ടിപ്ലയർ കളിക്കാം, അടിപൊളിയാക്കാം. സീനാക്കാം. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഗൈസ് പിന്നെ നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.